ഇനി ഉദ്യോഗസ്ഥർ സ്ഥിതിയോ? ആത്മാർത്ഥമായി പണിയെടുക്കുന്ന കേരള സർവകലാശാലയിലെ രജിസ്റ്റർ ദീർഘനാളുകളായി അദ്ദേഹത്തിന് അവിടെ ജോലി ചെയ്ത് അനുഭവ സമ്പത്തുള്ള ആളാണ്. അദ്ദേഹത്തെ പോലും ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല. കേരള സർവകലാശാലയിൽ യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തത് സിസ തോമസും മോഹനം കുന്നുമലും അവരെ നിയന്ത്രിക്കുന്ന ഗവർണറുമാണ്, ചാൻസലറുമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ നിയന്ത്രണമാണ് അവർ അവസാനിപ്പിക്കേണ്ടത്. ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് പോലും പണിയെടുക്കാൻ അനുവദിപ്പിക്കാത്ത സമീപനം സിസ തോമസും ഒപ്പം തന്നെ മോഹനം കുന്നുമലും അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് ഞങ്ങൾ തുടർന്ന് അതിനെതിരായി നീങ്ങും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഈ വി ഡി സതീശൻ്റെ പ്രസ്താവന ഒരു തരത്തിൽ നമ്മൾ കാണേണ്ടത് എല്ലാ ആനുകൂല്യങ്ങളും കോൺഗ്രസിനും ലീഗിനും ഈ ഗവർണറിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ്. ഞാൻ പഴയൊരു പത്രവാർത്തയുടെ ഭാഗം കൂടി വായിക്കാം. അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് 18 സെനറ്റ് അംഗങ്ങൾ നോമിനേറ്റ് ചെയ്തു. ഈ 18 സെനറ്റ് അംഗങ്ങളുടെ ജാതകവും ഭൂമിശാസ്ത്രവും നിങ്ങൾ പരിശോധിച്ചാൽ BJP-ക്കാരും കോൺഗ്രസ്സുകാരും ലീഗുകാരുമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരെയോ ഇടതുപക്ഷക്കാരെയോ ഒന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല, SFI-ക്കാരെയും കാണാൻ വേണ്ടി കഴിയില്ല. എന്താ കോൺഗ്രസിൻ്റെ നിലപാട്? RSSനെതിരെ സമരം ചെയ്യാൻ തയ്യാറാവാത്ത കോൺഗ്രസ് നിങ്ങൾ ഈ കേരളത്തിനകത്ത് സംഘപരിവാർവൽക്കരണത്തിനെതിരായി എന്തെങ്കിലും ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കാൻ ഇനിയെങ്കിലും തയ്യാറാവുന്നുണ്ടെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനും RSSും നോമിനേറ്റ് ചെയ്ത ഈ സെനറ്റ് അംഗങ്ങളെ പിൻവലിക്കാൻ, രാജിവെപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് TPM ഹാഷിർ അലി, സെനറ്റ് മെമ്പറാണ്, കാലിക്കറ്റിൽ ഗവർണർ നോമിനേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്തതാണ് ഇപ്പോഴത്തെ അവിടുത്തെ വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രൻ. അവിടുത്തെ സെനറ്റ് അംഗമായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തെ വൈസ് ചാൻസലറായി ഗവർണർ തീരുമാനിച്ചു. ആരാ ഈ ഡോക്ടർ P രവീന്ദ്രൻ? ഈ ഡോക്ടർ P രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾ നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടന നേതാവാണ്. എങ്ങനെയാണ് കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവിന് RSSൻ്റെ കാര്യാലയത്തിൽ സ്വീകരണം ലഭിക്കുന്നത്? ഈ കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവിന് ഇന്നലെ പുറത്തുവിട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടന പ്രസ്താവന പറയുന്നത് പൂർണ്ണ പിന്തുണ കൊടുക്കും എന്നാണ്. ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ VC സ്വീകരിക്കുന്ന കോൺഗ്രസ്സുകാർ സംഘടന നേതാവായ ഡോക്ടർ P രവീന്ദ്രൻ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ കൊടുക്കും എന്നാണ് കോൺഗ്രസ്സുകാരായ അധ്യാപക സംഘടന നേതാക്കളും പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ആ നടപടിയിൽ സേവാഭാരതിയുടെ മലപ്പുറത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഉൾപ്പെടുത്തുമോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മലപ്പുറത്തെ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഈ ഡോക്ടർ P രവീന്ദ്രനാണ്. ഏത് ഡോക്ടർ P രവീന്ദ്രൻ? കാലിക്കറ്റ് സർവകലാശാലയിലെ കോൺഗ്രസ് അധ്യാപക സംഘടന നേതാവായിരുന്ന, ഇപ്പോൾ വൈസ് ചാൻസലറായിരിക്കുന്ന പ്രിയപ്പെട്ടവൻ. അപ്പോൾ ഇങ്ങനെ RSSലേക്ക് റിക്രൂട്ട്മെൻറ്റ് കൂടിയാണോ ഇതുവഴി കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസ് അധ്യാപക സംഘടന നേതാക്കന്മാർക്ക്, ലീഗ് നേതാക്കന്മാർക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും അർലേക്കറിൻ്റെയും പട്ടികയിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്. അങ്ങനെ ആ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങി കേരളത്തിലെ സർവകലാശാലകളിൽ RSS കൊണ്ടുപോയിക്കോട്ടെ, കൊണ്ടുപോകുന്നതിൻ്റെ ഒരു അപ്പക്കഷ്ണത്തിൻ്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് കൂടി കിട്ടിയാൽ മതി എന്ന ഏറ്റവും പിന്തിരിപ്പനായ നിലപാട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നതിനെ കൂടി തുറന്നു കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ RSSന് കാഴ്ചവെക്കാൻ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ മനുഷ്യർ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ സമരം SFI വേഴ്സസ് ഗവർണറോ SFI വേഴ്സസ് ചാൻസലറോ ആയി ചിത്രീകരിക്കരുത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ സമരം കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യരും ചേർന്ന് നടത്തുന്നതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നലത്തെ സമരത്തെ വളരെ ആവേശപൂർവ്വമാണ് കേരളത്തിലെ മതനിരപേക്ഷവാദികളും ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ മനുഷ്യരും സ്വീകരിച്ചത്. ഈ പോരാട്ടം കേരളമാകെ ഒന്നാകെ ഏറ്റെടുക്കേണ്ട പോരാട്ടമാണ് എന്നവർ കണ്ടിട്ടുണ്ട്. അതിനെ ഞങ്ങൾ സ്നേഹത്തോടെ സ്മരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ആ സമരത്തിൻ്റെ മുദ്രാവാക്യത്തെ വക്രീകരിച്ച് ചിത്രീകരിക്കാനുള്ള ചില പരിശ്രമങ്ങൾ ഇന്നലെ നടത്തിയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.